digit at the unit place of root k is the digit at the unit place of root k is 9. റൂട്ട് കെയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആകുന്നു. മലയാളം ഞാൻ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. റൂട്ട് കെയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആകുന്നു. What is the digit at the unit place? What is the digit at the unit place? Unit place of root of 4k. ചോദ്യം ഇതാണ്. അതിന്റെ ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. 2, 6, 8, 9. രഞ്ജിത ചോദ്യം ഒന്ന് വായിച്ചോളെ. The digit at the unit place of root k is 9. What is the digit at the unit place of root 4k? ശരി, കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്യാം. ശരിയായ ആൻസർ ആണെന്ന് തോന്നുന്നു, ടൈപ്പ് ചെയ്താൽ മതി. റൂട്ട് കെയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആകുന്നു. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആകുന്നു. ശരി, നമുക്ക് ആൻസറിലേക്ക് പോകാം. കുട്ടികളുടെ ആൻസർ ടൈപ്പ് ചെയ്തത് ശരിയാണ്. എല്ലാവരും യഥാർത്ഥ ആൻസറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. 8 ആണ്. 8 ശരിയുമാണ്. 8 is the right answer. ഇവിടെ റൂട്ട് കെയുടെ ഒറ്റയുടെ സ്ഥാനത്തക്കം 9 ആണെങ്കിൽ കെക്ക് നമുക്ക് 81 എന്ന് വില കൊടുത്താലോ? 81ന്റെ റൂട്ട് എത്രയാണ് രഞ്ജിത? 9. അപ്പം 9 9 81 എന്ന് കൊടുത്താൽ നമുക്ക് 9ന്റെ സ്ക്വയർ ആയിട്ട് 81 കിട്ടുന്നു. അല്ലെങ്കിൽ 81ന്റെ റൂട്ട് 9 ആണ്. പിന്നെ എങ്ങനെയാണ് രഞ്ജിത ഇത് 4k 8 ആകുന്നത്? 81 എന്ന് പറയുന്നത് kക്ക് ഈക്വൽ ആണ്. കാരണം റൂട്ട് k ആണല്ലോ യൂണിറ്റിൽ 9 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4k എന്ന് പറയുമ്പോൾ 4 into 81. 4 into 81. ശരി, 4 into 81 എത്രയാണ്? 324. 324. 324ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 18 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 8. അതൊന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. റൂട്ട് കെയുടെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പറാണ്, യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് 4kയുടെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂട്ട് കെ ഈക്വൽ ടു നമുക്ക് 9 യൂണിറ്റ് പ്ലേസിൽ വരുന്നതുകൊണ്ട് നമുക്ക് കെനെ 81 ആയിട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് 81 ആണല്ലോ 9 എന്ന് പറയുന്നത്. നമ്മളിവിടെ കെനാണ് 81 എന്നായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂട്ട് 4k എന്ന് പറയുമ്പോൾ 4 into 81 ചെയ്യണം. 4 into 81 ചെയ്താൽ നമുക്ക് 324 കിട്ടും. റൂട്ട് 324 എന്ന് പറയുന്നത് 18 ആണ്. 18നുള്ള യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് 8 എന്നാണ്. 8 എന്നാണ്. ശരി, ഈ കാര്യത്തിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞ വർഷം വന്ന ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെ നിങ്ങളുടെ നിലവാരം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. കഴിഞ്ഞ വർഷം ഇത്തരം ചോദ്യങ്ങളാണ് ഇനി പരിചയപ്പെടുത്തുക. ഇനി ചോദ്യത്തിൻ്റെ കാഠിന്യം കൂടി വരും, കാരണം പരീക്ഷ എടുത്തിരിക്കുകയാണ്. ഇനി പഴയതുപോലെ നമ്മൾ ചെറിയ ചെറിയ ചോദ്യങ്ങളൊന്നും വെച്ച് കളിക്കില്ല. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ നിൽക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പരമാവധി തിരിച്ചറിയുക. അല്ല, അതിൽ വിട്ടുപോയ ടോപ്പിക്കൊക്കെ ഞാൻ എടുത്തു തരാം. സ്പീഡ് മാത്സ് എനിക്ക് ഓർമ്മയുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർമ്മയുണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ ഓർമ്മയുണ്ട്. അതിലൊക്കെ ചോദ്യം എടുത്തുകൊണ്ട് ചെയ്യും. ഏതെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ LCM HCF ഒന്നും ഡയറക്റ്റായിട്ട് ചോദിക്കൂല. അഥവാ LCM ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫ്രാക്ഷൻ്റെ LCM ഒക്കെ ചോദിക്കും. LCM കണ്ടുപിടിക്കുന്നതായിരിക്കും ചില ചോദ്യങ്ങളുടെ ഘടന. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. അതിനാണ് ഞാൻ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുമെന്ന് പറഞ്ഞത്. കൂട്ടത്തിൽ ഈ 324 സ്ക്വയർ റൂട്ട് 18 ആണെന്നൊക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റൂ.
അപ്പോൾ നിങ്ങൾ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അത് പഠിക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 8 കിട്ടിയത് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്രതികരിക്കാം. യെസ്, മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഞാനോരോ സ്കൂളിൻ്റെ പേര് വിളിക്കാം. ആ സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം. പ്രോവിഡൻസ് മനസ്സിലായിട്ടുണ്ടോ? യെസ്, ഗുഡ്. പിന്നെ ഇനി അടുത്തത് BM മനസ്സിലായോ? വൺമുഖത്തിന് മനസ്സിലായോ? യെസ്, ഓക്കെ. പിന്നെ സെന്റ് ജോസഫ് ബോയ്സിന് മനസ്സിലായോ? യെസ്. പിന്നെ ഇനി ഏതാ ഞാൻ വിട്ടുപോയ സ്കൂളൊക്കെ ഒന്ന് പറയൂ. ഓക്കെ ഗുഡ്. അപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം, ഒന്നുകൂടി പറഞ്ഞു തരും. കാരണം ഞങ്ങൾ 2-3 പേര് നിങ്ങൾക്ക് ഇത് വിവരിച്ചെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര പ്രാവശ്യമാണെങ്കിലും പറഞ്ഞു തരും. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. യെസ്. 2^10 plus 2^11 plus 2^12 plus 2^13 plus 2^14 plus dash is equal to 2^15. എത്രയാ? വിളിച്ചു പറയരുത്, ടൈപ്പ് ചെയ്താ മതി. രഞ്ജിത, പല ആൻസറും വരുന്നുണ്ടല്ലേ? ശരി, പല ആൻസറും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. എത്രയാണ് രഞ്ജിത അതിന്റെ ആൻസർ അറിയാമോ? 2^10 തന്നെ നമ്മൾ കൂട്ടിക്കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ 2^10 തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2^15 കിട്ടുമോ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2^3 എന്ന് പറഞ്ഞാൽ എത്രയാണ് രഞ്ജിത? 8. 2^4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 2^5 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് എഴുതുക? 2^3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2^4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇതിന്റെ കൂടെ 2^5 എന്ന 32 കിട്ടാൻ ഞാൻ എത്ര ആഡ് ചെയ്യണം? എത്ര? 8 ആഡ് ചെയ്യണം. ആ 8ന് തുല്യമല്ലേ 2^3 അല്ലേ? അപ്പൊ ഈ ആദ്യം കാണുന്നത് ഏതാണോ 2ന്റെ കാര്യത്തിലാണേ പറയുന്നത്. 2ന്റെ കാര്യത്തിൽ മാത്രമേ ഇത് ശരിയാവും. 2ന് ഒരുപാട് ബഹുമതികൾ കിട്ടിയ സാധനമായിരുന്നു. അപ്പൊ 2 ആദ്യം കാണുന്നത് ഏതാണോ ആ 2^10 ആണെങ്കിൽ ഈ അവസാനം അതങ്ങ് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ രഞ്ജിത? അന്ന് പറഞ്ഞു. 2^10 plus 2^11 plus 2^12 plus 2^13 plus 2^14 plus dash equal to 2^15 എന്നാണ് ഇത് ക്വസ്റ്റ്യൻ. അതിൽ ഡാഷിന്റെ സ്ഥാനത്ത് ഏത് പവറാണ് വരേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് 2ന്റെ പവേഴ്സ് ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ആദ്യത്തെ പവർ 2^10 ആണ്. അപ്പൊ അത് തന്നെ കൂട്ടിയതാണ് നമുക്ക് 2^15 കിട്ടുന്നത്. ആ ഡാഷിന്റെ സ്ഥാനത്ത് 2^10 ആണ് വരേണ്ടത്. ഇത് 2 എന്ന സംഖ്യക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതിനുള്ളൊരു ഉദാഹരണമാണ് 2^3 plus 2^4 plus dash equal to 2^5. 2^3 എന്ന് പറയുന്നത് 8 ആണ്. 2^4 16 ആണ്. 2^5 32.
ശരി, ഇത് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്രതികരിക്കാം. പ്രശ്നമൊന്നുമില്ലാതിരിക്കുക, കാരണം നിങ്ങൾക്ക് മൈക്ക് ഓൺ ആണ്, വേണമെങ്കിൽ പറയാം. മനസ്സിലായിട്ടുണ്ട്? യെസ്. അപ്പോൾ ഇനിയും മനസ്സിലാക്കാത്തവർക്ക് ഈ വീഡിയോ യൂട്യൂബിൽ വരും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഞാനിവിടുന്ന് മ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ USSന്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. യെസ്. ഹർഷ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഹർഷ, ഞാൻ ഇപ്പോൾ കോഹോസ്റ്റ് ആക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല, ഫോണിലൂടെ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഒന്ന് പങ്കെടുത്താൽ മതി. ഓക്കെ അല്ലേ? നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ചില ക്ലാസ്സിൽ ഞാൻ അത് ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നാലും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്. ABCD കാണുന്നുണ്ടോ ഹർഷേ? ഈസ് എ സ്ക്വയർ. ABCD ഒരു സ്ക്വയർ ആണ്. ഹാവിങ് ഏരിയ, അതിന്റെ ഏരിയ, പരപ്പളവ്. ഞാൻ മലയാളം ഇങ്ങനെ പറയുന്നുണ്ട്, എഴുതുന്നില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളും മലയാളം മീഡിയം കുട്ടികൾ. ABCD ഒരു സമചതുരമാണ്. അതിന്റെ ഏരിയ നിങ്ങൾക്ക് തരികയാണ് 36 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ ആരും ടൈപ്പ് ചെയ്തത് മുമ്പ് ചോദ്യം കേട്ടവർ പ്രത്യേകിച്ച്, കാരണം കേൾക്കാത്തവർക്ക് വേണ്ടി പറയാണ്. നല്ല ചോദ്യമായിരുന്നു. P and Q are points 1 centimeter away from the corners of മലയാളം പറയാം B and D. ചോദ്യം ഇതാണ്. ABCD ഒരു സ്ക്വയർ ആണ്. ഞാനിവിടെ ചിത്രം വരച്ചിട്ടുണ്ടത്. അത് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ABCD ഇങ്ങനെ കൊടുത്തോളൂ, നിങ്ങൾക്ക് സുഖമാണ്. ആ ചിത്രം നിങ്ങളത് വരച്ചേക്കും. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉടനെ നിങ്ങൾ ആ ചിത്രം വരയ്ക്കണം. ബോർഡ് കാണുന്നുണ്ടോ ഹർഷേ? ആ ചിത്രം വരച്ചതും കാണുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് തന്നിരിക്കുന്നത്? P and Q are points 1 centimeter away from the corner B and D. B യിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ P ഉണ്ടോ? മാത്രമോ D യിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ Q ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് PQ ആസ് എ സൈഡ്? ഓഹോ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? ആ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയായിരിക്കണം? സൈഡ്, ആ സൈഡ് ആയിട്ട് ഏതെടുക്കണം? PQ ആസ് എ സൈഡ്. അതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ചുവന്ന വിഷയത്തോട് വരച്ച് കാണിച്ചു തരാം. ഈ PQ യോജിപ്പിക്കുക, P യും Q യോജിപ്പിക്കുക. എന്നിട്ട് ഇതെല്ലാം മറന്നേക്കുക. എന്നിട്ട് ഈ പിയുടെയും PQ എന്ന സൈഡ് ആക്കിയിട്ട് വേറൊരു സ്ക്വയർ നിങ്ങളുടെ രൂപം കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ 4 സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ആകുമ്പോൾ ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാവും എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്, സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആൻസർ ആണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഇത് മുമ്പ് കേൾക്കാത്ത കുട്ടികളാണ് കമന്റ് ചെയ്യേണ്ടത്. മറ്റുള്ള കുട്ടികൾക്ക് ഒരു അവസരമാണ് ഈ ചോദ്യത്തിന് നേരിടാൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചെടുക്കുക ഹർഷേ. ABCD is a square having area 36 centimeter square. PQ are points 1 centimeter away from the corner B and D. What is the area of the square with side PQ? Okay. രഞ്ജിത, ഇതിന് ഓപ്ഷൻ ഉണ്ടോ? ഒന്ന് കൊടുത്തേക്ക. എത്രയൊക്കെ ഓപ്ഷൻ കൊടുത്തത് അറിയാം? 57 ഉണ്ട്, 52 ഉണ്ട്, 37 ഉണ്ട്, 51. ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ.
ഓക്കെ 40 ഒക്കെ കൊടുക്കാം. ഇതൊക്കെ സെന്റിമീറ്റർ സ്ക്വയറിലാണ് വരിക. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ രഞ്ജിത? പല ആൻസറും ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കൊടുക്കുക രഞ്ജിത. മാർക്ക് ചെയ്യുന്നു. അതില് പിയും ക്യൂവും ബിയും ഡിയും കഴിഞ്ഞിട്ട് ഒരു സെന്റിമീറ്റർ, ബി കഴിഞ്ഞിട്ട് ഒരു സെന്റിമീറ്റർ, ബി കഴിഞ്ഞിട്ടുള്ള ഒരു സെന്റിമീറ്റർ ഒരു പോയിന്റ് ആണ് പി. ഡിന്ന് ഒരു സെന്റിമീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് ക്യൂ. പിയും ക്യൂവും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ട് അത് ഒരു സൈഡ് ആക്കിയിട്ട് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നു. ആ സ്ക്വയറിന്റെ ഏരിയ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ല ചോദ്യമാണ്. ഈ ഹർഷേ, നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഒരു പരീക്ഷ നേരിടുമ്പോൾ ഇത്തരം ഒരു ചോദ്യം നമുക്ക് പരിചയമില്ലെങ്കിൽ നമ്മൾ എന്താണ് ഹർഷ ചെയ്യേണ്ടത്? എങ്ങനെ ചിരിക്കണം? പൊട്ടി ചിരിച്ചാൽ മതി. നന്നായി ചിരിച്ചാൽ മതി. നന്നായി ചിരിച്ചാൽ ആൻസർ വന്നോളൂ. ശരി, നമുക്ക് ഈ ഉത്തരത്തിലേക്ക് പോകാം. ഞാൻ ഒരു സ്കൂളിന്റെ പേര് വിളിക്കുന്നു. ആ സ്കൂളിലെ കുട്ടികൾക്ക് ആർക്കും ഇതിന് ഉത്തരം അറിയാമെങ്കിൽ പറയാം. ഞാൻ ആദ്യം വിളിക്കുന്നത് BM-നെയാണ്. BM-ലെ കുട്ടികൾക്ക് ആർക്കും ഇതിന്റെ ആൻസർ അറിയാം? പേരെന്താ? നിവേദിത. എത്രയാണ് ഇതിന്റെ ആൻസർ? 52. വെരി ഗുഡ്, ശരിയാണ്. 52 cm² എന്ന് പറയണം, കാരണം ഘന സെന്റിമീറ്റർ എന്നൊക്കെയാണ് പറയാ. ശരി, പറയുവാണ് ചതുരശ്ര സെന്റിമീറ്റർ. ഘന സെന്റിമീറ്റർ നമ്മൾ വ്യാപ്തത്തിനാണ് പറയുക. ചതുരശ്ര സെന്റിമീറ്റർ, സോറി, 52 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ cm² അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ, ഇങ്ങനെയൊക്കെയാണ് അളവ് പറയുക. ശരി, പറയൂ, എങ്ങനെയാണ് നമുക്ക് 52 കിട്ടിയത്? ഇതിന്റെ ടോട്ടൽ ഏരിയ 36 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അത് നമ്മളുടെ ചോദ്യം. ഒരു മിനിറ്റ്, ഞാൻ മറ്റുള്ള കുട്ടികൾക്കൊന്നും തിരിയണ്ടേ. ടോട്ടൽ ഏരിയ 36 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ല, ഒരു സൈഡ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ 36 ആണ് ഇത് ടോട്ടൽ എങ്കിൽ സൈഡ് എത്രയായിരിക്കും? ഒരു സൈഡ് 6 ആയി. ഓരോ സൈഡ് 6 × 6 ആണ് 36. അത് മനസ്സിലായി. പിന്നെ ബിയിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. അത് റെഡിയല്ലേ? ഡിയിൽ നിന്ന് 1 സെന്റിമീറ്റർ ക്യൂവും അടയാളപ്പെടുത്തി. അതും റെഡിയല്ലേ? ശരി, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് രഞ്ജിത, നമ്മുടെ ഈ അടയാളപ്പെടുത്തിയത് കൃത്യമായിട്ട് ഡിയിൽ നിന്നും ബിയിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ പ്രശ്നം വരുവേ, ഇല്ലേ രഞ്ജിത? ശരി, ഓക്കെ, കുഴപ്പമില്ല. ആ കുട്ടീനെ പറയട്ടെ. നിവേദിതയാണ് പേരില്ലേ? നിവേദിത എന്നാ പേര് പറഞ്ഞത്. നിവേദിത ഇവിടുന്ന് 1 സെന്റിമീറ്റർ വിട്ടു, ഇവിടുന്ന് 1 സെന്റിമീറ്റർ വിട്ടു. പിന്നെന്താ ചെയ്തത്? നമ്മളെ വക ഇവിടുന്ന് സിയിൽ നിന്ന് 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് ചാടിക്കുക. അത് ശരിയാണ്. അപ്പൊ 1 സെന്റിമീറ്റർ ഇവിടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പോയിന്റ് നമുക്ക് നിവേദിത എന്നുള്ള പേര് കൊടുക്കാം, എന്നുള്ള പേര് കൊടുക്കാം. നിവേദിതയുടെ ആദ്യ അക്ഷരം കൊടുക്കാം. ശരി, N കൊടുത്തു. എന്നിട്ട് ഈ പിയും എന്നും തമ്മിൽ യോജിപ്പിച്ചു. ശരി, എന്നിട്ട് പോയോ? നിവേദിതയുടെ സൗണ്ട് എന്തോ പറ്റി തോന്നുന്നു. ശരി രഞ്ജിത, നമുക്കൊന്ന് പൂർത്തിയാക്കാം. ഉണ്ടോ? അവിടെ ഉണ്ടോ? എന്നിട്ട് ക്യൂവും എന്നും മാത്രം എത്രയെന്ന് അറിയണം. അതിന് ഒന്ന് ഇവിടുന്ന് പോയി, ഒന്ന് ഇവിടുന്ന് പോയാൽ ക്യൂവും എന്നും എത്ര ഉണ്ടാവും മോളെ? QN 4 സെന്റിമീറ്റർ ഉണ്ടാവും. ഓഹോ, അപ്പം ഇത്ര വരെ മറ്റുള്ള കുട്ടികൾക്ക് ഇത് മനസ്സിലായോ? ഇത്ര വരെ നിവേദിത ചെയ്തു വെച്ച് ഇത്ര വരെ മനസ്സിലായോ? അതാ എന്റെ ചോദ്യം. യെസ് ഓർ നോ? യെസ്, യെസ്. ഇനി നിവേദിത കണ്ടിന്യൂ ചെയ്യൂ. ഇനി എന്താ ചെയ്തത്? പിന്നെ നമ്മൾ NP എന്നുള്ള സൈഡിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
മൈക്ക് മ്യൂട്ട് ചെയ്തു. അത്തരം പ്രശ്നമില്ലാതെ മൈക്ക് അങ്ങ് മ്യൂട്ട് ചെയ്താൽ മതി. പി ക്യു എന്നത് ഒരു സൈഡാക്കി എടുത്തുകൊണ്ട് ആ പി ക്യൂയുടെ സൈഡ് കിട്ടണമെങ്കിലുള്ള മാർഗം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു മട്ടത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ ഒരു വശം നിങ്ങൾക്ക് ബേസ് 4ഉം, ഇനി ആ നിവേദിയോട് ചോദിക്കുന്നു പി എൻ എന്ന ഈ നീളം എത്രയാണ്? 6 ആയിരിക്കും. കാരണം ഇവിടുത്തെ 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പി എൻ എന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 6 ആണ്. ഇവിടെ അത് നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം, ലംബമായിട്ട് എടുക്കാം, മലയാളത്തിൽ ലംബമായിട്ട് എടുക്കാം, പെർപെൻഡിക്കുലർ. ഇതിങ്ങനെ കിടത്തിയിട്ടുകൊണ്ടാണ് തിരിയാത്തത്. ഇത് 4ആണ്, ഇത് ബേസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 6നെ സ്ക്വയർ ചെയ്യാം, 6നെ സ്ക്വയർ ചെയ്യാം, പ്ലസ് 4നെയും സ്ക്വയർ ചെയ്യാം. 6 സ്ക്വയർ 36, 4 സ്ക്വയർ 16, രണ്ടും കൂടി കൂട്ടിയാൽ 52 കിട്ടുന്നു നിങ്ങൾക്ക്. പക്ഷേ ഇവിടുത്തെ ഈ കർണത്തിന്റെ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ വശം നിങ്ങൾക്ക് കിട്ടണം √52 ആണ് കിട്ടുക. അത് നിങ്ങൾ പഠിച്ചതല്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 4ഉം ഇവിടെ 3ഉമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കുക? 4നെ സ്ക്വയർ ചെയ്യുന്നു 16, 3നെ സ്ക്വയർ ചെയ്യുന്നു 9, രണ്ടു കൂടി കൂട്ടുന്നു 25. ആ 25ന്റെ സ്ക്വയർ റൂട്ട് അല്ലേ ഇവിടെ ഉണ്ടാവുക? അത് എത്രയാണ് നിവേദിത? അത് 5 ആയിരിക്കും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് √52 കിട്ടുന്നത് എങ്ങനെയാണ്? 4നെ സ്ക്വയർ ചെയ്യുന്നു, പിന്നീട് 6നെ സ്ക്വയർ ചെയ്യുന്നു, രണ്ടു കൂടി കൂട്ടിയ 52ന്റെ സ്ക്വയർ റൂട്ട് ഇവിടെ വരുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. പി ക്യു എന്ന ഒരു സൈഡ് എടുത്തുകൊണ്ട് ആ സൈഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ കേന്ദ്രീകരിക്കില്ല, അതൊരു സൈഡാക്കി അതേ അളവ് വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും √52 എന്ന സൈഡ് വന്നു, ഇവിടെയും √52 എന്ന സൈഡ് വന്നു. √52 ഇൻറ്റു √52 എന്നതിന്റെ അർത്ഥം 52 തന്നെയാണ്, 52 തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആൻസർ 52 ആണ്. മനസ്സിലായോ? മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ഹർഷ മനസ്സിലായോ? അത് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. യെസ്, പറയൂ. ഒരു സ്ക്വയർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം 6 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ നമുക്ക് സിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അത് n ആണ്. എന്നിട്ട് n-ഉം p-യും കൂടെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ QNP എന്ന് പറയുന്ന ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം നമുക്ക് കണ്ടുപിടിക്കുന്നറിയാം. ഇവിടെ 4 സ്ക്വയറും 6 സ്ക്വയറും കൂടി പ്ലസ് ചെയ്ത് 50 അതിന്റെ റൂട്ട് ആയിരിക്കും ആ QP എന്ന് പറയുന്ന സൈഡിന്റെ നീളം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ 52 റൂട്ട് എന്ന് പറയുന്ന സൈഡ് വെച്ചിട്ട് ഒരു സ്ക്വയർ വരക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. 52 റൂട്ടിന്റെ 52 റൂട്ട് പറയാം. 52 റൂട്ടിന്റെ 52 റൂട്ട് സൗണ്ട് പോയെന്ന് തോന്നല്ലോ. സൗണ്ട് എന്തോ പറ്റിയിട്ടുണ്ട്. രഞ്ജിത ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. √52 ആയിട്ട് നമ്മുടെ ഒരു എന്താണ് ജലദോഷമായിട്ട് സൗണ്ടിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റെഡിയായി, പറഞ്ഞോളൂ. √52 സൈഡായിട്ട് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നു. അപ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ √52 ഇൻറ്റു √52 ചെയ്യുമ്പോൾ നമുക്ക് 52 തന്നെയാണ് കിട്ടുന്നത്. ആ സ്ക്വയറിന്റെ ഏരിയ 52 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി വേറൊരു ചോദ്യം രഞ്ജിത, ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യമാണ്. √16 എത്രയാണ്? 4.
4. റൂട്ട് ഓഫ് 10 മുമ്പ് ഒരു ക്ലാസ്സിൽ റൂട്ട് 10 കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടോ? റൂട്ട് 10 കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓർക്കുന്നുണ്ടോ? ഹർഷോ, രഞ്ജിതയോ ആരെങ്കിലും ഒന്ന്? എങ്ങനെയായിരുന്നു? ആ 10നോട് ചേർന്ന് വരുന്ന സ്ക്വയർ നമ്പർ 9 അല്ലേ? അത് രണ്ടും കൂടി പ്ലസ് ചെയ്തു എന്നിട്ട് അതെ 9ന്റെ റൂട്ട് ഡബിൾ ആണ്. അതെന്ത് ചെയ്യുക? അതിന്റെ സ്ക്വയർ അതിന്റെ ഡബിൾ എടുക്കുക. അപ്പൊ 6 എടുക്കുക എന്ന് പറഞ്ഞാൽ 19ന് 6 കൊണ്ട് കഴിച്ചാൽ മതി അല്ലേ? അങ്ങനെയാണ് റൂട്ട് 52 എത്രയായിരിക്കും ശരിക്കും? 58ന്റെ കൂടെ 50നോട് ചേർന്ന് നിൽക്കുന്നത് 49 അല്ലേ? ആ 49 ആഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 14 7 × 2 40. അപ്പൊ 7 × 2. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കണ്ടുപിടിക്കാന്നില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ തിരിയാതെ പോയിരിക്കുന്നാവുക ഇത് റൂട്ട് 52 എങ്ങനെ വന്നില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 24 കൊടുത്തു, ഇവിടെ 10 കൊടുത്തു. ഇത് എത്രയെന്ന് ചോദിക്കുമ്പോൾ 24ന്റെ സ്ക്വയർ 576, 10ന്റെ സ്ക്വയർ 100. അപ്പൊ നിങ്ങൾക്ക് 676ന്റെ റൂട്ടാണ് ഇവിടെ എഴുതുക. റൂട്ട് 676 എന്ന് എഴുതുക. നമുക്ക് 676ന്റെ റൂട്ട് നമുക്കറിയാം, 26 എന്ന് അറിയാം. അതേസമയത്ത് 52ന്റെ അറിഞ്ഞിടാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂട്ട് 52 അടയുന്നത്. പിന്നെ ഇവിടെ ഒരു റൂട്ട് 52 വരുമല്ലോ ഒരു സൈഡ്. ഇത് രണ്ടും കൂടി തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ട് 52 കഴിഞ്ഞാൽ 52 ആണ് കിട്ടുക. ഏതുപോലെ? റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 9 ആണ് അല്ലേ ഹർഷേ? കാരണം റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ ഒരു 9 കയ്യിൽ കൊടുത്താൽ മതി. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതില് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുന്നതുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് പോകാം. ഹർഷ് കോഹോസ്റ്റ് ആയിരുന്നു. ഹർഷിന് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ? മ്യൂട്ടല്ല. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് സംസാരിക്കാൻ വേണമെന്നില്ലേ? ശരി, ഒരു റെക്ടാംഗിൾ വരയ്ക്കല്ലേ? വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ്, അതിന് പേര് കൊടുത്തു. എ ബി സി ഡി. യെസ്, അതിന്റെ ലെങ്ത് 25 സെന്റിമീറ്റർ ആണ്. നീളം 25, വീതി തന്നിട്ടില്ല, ബ്രെഡ്ത്ത് തന്നിട്ടില്ല. പകരം നിങ്ങൾക്ക് വേറൊരു സാധനം തരികയാണ് ഈ ബ്രെഡ്ത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്താ തരുന്നതെന്ന് അറിയോ? ഇവിടുന്ന് ഒരു 13 സെന്റിമീറ്റർ വിട്ടിട്ട് 13 സെന്റിമീറ്റർ വിട്ടിട്ട് വേറൊരു ബിന്ദു അടയാളപ്പെടുത്തി ഈ. എന്നിട്ടോ ഇവിടുന്ന് ഇ ബി യോജിപ്പിച്ചു. അതിന് നീളം നിങ്ങൾക്ക് തരികയാണ് 15 സെന്റിമീറ്റർ. അപ്പൊ തന്നിരിക്കുന്ന ഇത്രയും കാര്യമാണ്. ഒരു റെക്ടാംഗിൾ, അതിന്റെ നീളം 25 സെന്റിമീറ്റർ, വീതി തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. പകരം ഡിയിൽ നിന്ന് ഇവിടത്തേക്ക് ഇയിലേക്ക് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് 13. ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾക്ക് എന്നെ കണക്കൂട്ടി അറിയാം. അതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങളുള്ള ചോദ്യം ഇതാണ്. ഈ ഒരു ട്രിപ്പീഷ്യം ലംബകം 4 വശങ്ങളുള്ള മൊത്തത്തിലുള്ള സാധനങ്ങളുടെ പേരാണ് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. ആ ക്വാഡ്രിലേറ്റർ ആണ് പെട്ടതാണ് ഈ ലംബകം. കണ്ടോ? ഈ സാധനം ഇല്ല, ഈ കഷ്ണം മാത്രം ഒരു എലിപ്പെട്ടി പോലെ ഉണ്ട്. കണ്ട ലംബകം. ഈ ലംബകത്തിന്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. What is the area of the trapezium?
ട്രപ്പീഷ്യം എ ബി ഇ ഡി ഇതിന്റെ ഏരിയ എത്രയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഹർഷ അവർ കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. കഴിഞ്ഞ വർഷം അവസാനം ഈ ഓൺലൈൻ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന പല ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. കുട്ടികൾ പരീക്ഷ എടുക്കുന്നതിനൊപ്പം കൂടുതൽ ഉത്സാഹം കാണിക്കുകയാണ് വേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾക്ക് ഫ്ലുവൻ്റായിട്ട് ചെയ്യാൻ കഴിയണം. എങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും കണക്കിൽ. പക്ഷേ കുട്ടികൾ എത്രയൊക്കെ ടൈപ്പ് ചെയ്തത്? പല ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷൻ കൊടുക്കാം. 108 ഉണ്ട് CM സ്ക്വയർ, 108 225 കൊടുക്കാം, 171 കൊടുക്കാം, 117 കൊടുക്കാം. ഏത് വേണം ചെയ്യട്ടെ, അതിലപ്പുറം പോകണ്ട. ഞാൻ ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് പലതും ടൈപ്പ് ചെയ്യുന്നത്. മുന്നൂറ്റി 45 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഋതുവർണ പ്രോവിഡൻസ് ഇന്ന് ഗ്രൂപ്പിലുണ്ടോ? ഇല്ല. ഋതുവർണ പ്രോവിഡൻസ് ഗ്രൂപ്പിലുണ്ടോ? അതാണ് ചോദ്യം. ഇല്ല. യെസ്, പല ആൻസറുകൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഹർഷേ. യഥാർത്ഥ ആൻസർ എത്രയാണ് ഹർഷേ? 171 സെന്റിമീറ്റർ സ്ക്വയർ ആണ് യഥാർത്ഥ ആൻസർ. ഇത് മക്കളോട് ഞാൻ ചോദിക്കുന്നു, ഞാനിവിടെ വിവരിക്കണോ അല്ലെങ്കിൽ വേറെ ചോദ്യമായിട്ട് മുന്നോട്ട് പോകണോ? വിവരിക്കണം. ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ നേരത്തെ ഹർഷ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഹർഷേ, പരീക്ഷയ്ക്ക് ഒരു പ്രയാസമുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഹർഷേ? ചിരിക്കണം. പ്രയാസമുള്ളതായിട്ട് ഇത് നോക്കി ചിരിച്ചാൽ മതി, ഉത്തരം കിട്ടിക്കോളും. പ്രയാസമുള്ളതാണെങ്കിൽ നോക്കി ചിരിച്ചാൽ ഉത്തരം കിട്ടിക്കോളും. എല്ലാവരും ചിരിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു ട്രപ്പീഷ്യത്തിന്റെ ഏരിയയാണ് ചോദിച്ചത്. നമ്മളെ കൊടുക്കുന്ന സാധനം ഇവിടെയുള്ള ഈ ഒരു വൃത്താണ്. ഇത് കിട്ടണം. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ഹർഷ പറഞ്ഞ പോലെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടൊന്ന് പരിഗണിക്കാം. മട്ടത്രികോണം. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത മട്ടകോണത്തിന്റെ എതിരെ വരുന്നതായിരിക്കും അതിന്റെ ഏറ്റവും നീളം കൂടിയ വശം. നീളം കൂടിയ വശത്തിനാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ H എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. അടിയിലുള്ള ഭാഗം ബി ബേസ് ആണ്. മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഹർഷേ. ശരി, ഇവിടെയുള്ളത് EC എന്നത് EC ആയിട്ട് നമുക്ക് പറയുന്നത് ബേസ് ആണ്. ആ ബേസ് എത്രയാണ് ഹർഷേ? കാരണം ഇത് 13 ആയാലും ഇത് എത്രയായിരിക്കും? 12 ആയിരിക്കും. അത് സംശയമില്ല. ഈ മട്ടത്രികോണത്തിന്റെ കർണവശം മട്ടകോണിനെതിരെ വരുന്നതാണ്. അതിനാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഇനി ത്രികോണത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, എല്ലാ വശങ്ങളും ഒത്തു വന്നാലൊന്നും ത്രികോണം എന്നാവില്ല. ഇവിടെ 3 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു, ഇവിടെ നമ്മൾ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ 5 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ത്രികോണമായിട്ട് കിട്ടില്ല. കാരണം ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ വലുതിനേക്കാൾ അധികം കിട്ടണം. ചെറിയ 2 വശങ്ങൾ കൂട്ടിയാൽ ഇവിടെ 5 5 ഈക്വൽ ആണ്. അതുകൊണ്ട് ത്രികോണാവില്ല. അത് നിങ്ങൾക്ക് പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രത്യേകത അതിന്റെ ബേസ്, അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഇത് നമുക്കറിയില്ല. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കർണം സ്ക്വയർ
അല്ലെങ്കിൽ ഞാനത് ഇംഗ്ലീഷ് വാക്യം എടുക്കാം. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ദിസ് വൺ പ്ലസ് ഇതിന് എ എന്ന് പേര് കൊടുക്കാം. എ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എ സ്ക്വയർ. ഇതിൽ എച്ച് കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെയൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എച്ച് സ്ക്വയർ ആണ് കാണേണ്ടത്. എച്ച് സ്ക്വയർ ഇവിടെ ഉണ്ട്, എ സ്ക്വയർ ആണ് കാണേണ്ടത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് 15നെ സ്ക്വയർ ചെയ്യുക 225, 12നെ സ്ക്വയർ ചെയ്യുക 144. അത് രണ്ടും കൂടി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അർഷേ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാണ് വേണ്ടത്. കാരണം ഈ ചെറുതല്ലേ കണ്ടുപിടിക്കേണ്ടത്, ആണോ? അതെ. അപ്പൊ 225 144 മൈനസ് ചെയ്താൽ എത്രയാണ്? 81. അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡ് റൂട്ട് ഓഫ് 81 ആണ്. 81ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 9. അപ്പൊ 9 കിട്ടി. ഇനി നിങ്ങൾക്ക് പ്രശ്നം കഴിഞ്ഞു. ഇവിടെ 12ഉം ഇവിടെ 12ഉം ഇവിടെ 9ഉം വന്നു. ഇനി നിങ്ങൾ 15 കിട്ടുന്നത് നോക്കിക്കോളൂ. 12ന്റെ സ്ക്വയർ 144, 9ന്റെ സ്ക്വയർ 81, രണ്ടു കൂടി കൂട്ടിയാൽ 225, അതിന്റെ സ്ക്വയർ റൂട്ട് 15. അതേസമയത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇത് രണ്ടും ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തു, കണ്ടുപിടിക്കാൻ പറയുന്നത് വലുതാണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്തു. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ 12 ഇവിടെയും 9 ഇവിടെയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ജോലി പകുതി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ മൊത്തം ഏരിയ കാണാം. അത് നിങ്ങൾ പഠിച്ചതാണ്. കാരണം ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ അതിന്റെ പരപ്പളവ് കിട്ടും. ഇവിടെ 25 × 9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഏരിയ കിട്ടും. അതും നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാം. 25നെ നിങ്ങൾ 10 കൊണ്ട് മനസ്സിൽ ഗുണിക്കുക. 250 ആണെന്ന് അറിയാം. ഒരു 25 കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ 225. അപ്പോൾ ഇത് മുഴുവൻ ഏരിയ 225 ആണ്. പക്ഷെ ഇതൊരു പീസ് മാറ്റിയിട്ടാണ് നമ്മളോട് ചോദിച്ചത്. മുഴുവൻ ഏരിയ അല്ല ചോദിച്ചത്. ഇത് ട്രപ്പീഷ്യൊക്കെ എടുത്തിട്ട് ആ ട്രപ്പീഷ്യത്തിന്റെ ഏരിയ ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാഫ് ബി എച്ച് വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഹാഫ് ബി എച്ച് നിങ്ങൾ പഠിച്ചതാണ്, ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ. അപ്പം 1/2 × 12 ഇങ്ങനെ വരും. ഞാൻ മയക്കിയാണ്. 1/2 × 12 × 9 വരും. 2 2 ഒരു പ്രാവശ്യം, 12 6 പ്രാവശ്യം, 6 9 എത്രയാണ് ഹർഷേ? 54. ആ 54 ആയിരിക്കും ഇത്. ഇപ്പൊ ഏകദേശം ക്ലിയർ ആയി തോന്നുന്നു. 225 ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ 54ന്റെ പീസ് കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 171 കിട്ടും. ഇതാണ് 171 കിട്ടാനുള്ള കാരണം. ഒന്നുകൂടി പറയണം. ഒന്നുകൂടി പറയണം. യെസ് ഓർ നോ? ഒന്നുകൂടി പറയണം. യെസ്, ഒന്നുകൂടി പറയണം എന്ന് പറയുന്ന ഒരു സ്കൂളിന്റെ പേര് പറ. സെന്റ് മൈക്കിൾസിന് ഒന്നുകൂടി പറയണം. ആ, പിന്നെ ആരാളുള്ളത്? സെന്റ് മൈക്കിൾസിലെ ഒരു കുട്ടീന്റെ പേര് പറ. ഓ ശരി. ആ സെന്റ് മൈക്കിൾസ്. പിന്നെ ഏതെങ്കിലും സ്കൂളിന് ആവശ്യമുണ്ടോ? ഇതൊന്നുകൂടി പറയണമെന്ന് പറയുന്നുണ്ടോ? MUM മനസ്സിലായിട്ടില്ല. MUM ഞാൻ വരുന്നുണ്ടേ. MUM ഞാൻ വരുന്നുണ്ട്. അതുപോലെ മടപ്പള്ളിയിലെ കുട്ടികളുണ്ടോ? മടപ്പള്ളി ബോയ്സ് ഉണ്ടോ? ആ, മടപ്പള്ളി ബോയ്സിലും വരുന്നുണ്ട്. ആ ഉണ്ട്. മടപ്പള്ളി ബോയ്സിലും വരുന്നുണ്ട്. നോട്ട് ബുക്കെല്ലാം കൊണ്ടുവരണേ. യെസ്, നോട്ട് ബുക്ക് കൊണ്ടുവരണം. അർഷന് ഇപ്പൊ ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അർഷൻ ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ രഞ്ജിതൊക്കെ ഓൺ ചെയ്യാൻ കഴിയുന്നു. അർഷൻ ഞാൻ നേരത്തെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ ഓൺ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലായി. മറ്റുള്ള കുട്ടികൾക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. മറ്റുള്ള കുട്ടികൾക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടോ?
എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്നാൽ ശരി ആയി. ഇവിടെ ആയിക്കോളൂ. ചോദ്യം ഇതാണ്. ഹർഷം ഒന്ന് പറയാമോ അവനെ? ഹർഷ് പോയി തോന്നുന്നു. അപ്പൊ രഞ്ജിത കേൾക്കാമോ? യെസ്, ഒന്ന് പറയാമോ എന്താണ് നമ്മുടെ പ്രശ്നം? നമുക്ക് ഇതില് ലെങ്ത് തന്നിട്ടുണ്ട്. ഈ റെക്ടാംഗിളില് ലെങ്ത് 25 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 13 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്തു. ബിയും ഇയും. ഓക്കെ, ബിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. അതാണ് 15 സെന്റിമീറ്റർ. എ ബി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യണം? ഇതില് നമുക്ക് ED 13 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് CE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 25 മൈനസ് 13 ചെയ്താൽ മതി. അപ്പൊ 12 കിട്ടും. ഇനി ഇവിടെ BEC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പോ ഇവിടെ BE 15 സെന്റിമീറ്ററിന്റെ സ്ക്വയർ 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ചെയ്താൽ നമുക്ക് BC കിട്ടും. 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. 12 സ്ക്വയർ 144 ആണ്. 225 മൈനസ് 144 ചെയ്യുമ്പോൾ 81 കിട്ടും. റൂട്ട് 81 ആണ് BC എന്ന് പറയുന്നത്. അപ്പോ റൂട്ട് 81 9 ഈക്വൽ ആണ്. അപ്പോ ഇതിന്റെ ബ്രെഡ്ത്ത് ആണ് 9. ഇനി നമ്മൾ ഈ റെക്ടാംഗിളിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നു. അത് 25 into 9 ആണ്. 25 into 9 ചെയ്താൽ 225 കിട്ടും. അത് ചെയ്യാനുള്ള എളുപ്പമാർഗം ഞാൻ തന്നെ പറഞ്ഞത്. നമുക്ക് ഇത് 25നെ ഇരട്ടിയ 10 കൊണ്ട് ഗുണിച്ചിട്ട് 25 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 225 കിട്ടും. എന്നിട്ട് ഇനി BEC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. അത് ഹാഫ് BH എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ B എന്ന് പറയുന്നത് 12 ആണ്. ബേസ് 12 ആണ്. ഹൈറ്റ് 9 ആണ്. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 9 ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 12ഉം ക്യാൻസൽ ചെയ്തിട്ട് 6 എന്ന് കിട്ടും. അപ്പോ 6 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 54 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ബാക്കിയുള്ളതാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 225 മൈനസ് 54 ചെയ്യുന്നു. അപ്പൊ നമുക്ക് 171 കിട്ടും. 171 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ABDE എന്ന് പറഞ്ഞിട്ടുള്ള ട്രപ്പീസിയത്തിന്റെ ഏരിയ. മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. രഞ്ജിതക്ക് ഒരു ഹായ് കൊടുക്കുകയും ചെയ്യാം. രഞ്ജിത ചേച്ചിക്ക് നിങ്ങൾക്ക് ഒരു ലൈക്ക് കൊടുക്കാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ. യെസ്, മനസ്സിലായിട്ടുണ്ട്. യെസ്, ഇനി ഞാൻ ഓരോ സ്കൂളിനോട് ചോദിക്കുന്നു. BM ഇത് മനസ്സിലായോ? യെസ്. പ്രോഡൻസിന് മനസ്സിലായോ? മനസ്സിലായോ? ഞാനിത് പറയാൻ കാരണം നിങ്ങളെ ഡയറക്റ്റ് വന്ന് ക്ലാസ് ഇടാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് പറയാൻ കാരണം. യെസ്, പ്രോവിഡൻസിന് മനസ്സിലായി. സെന്റ് ജോസഫ് ബോയ്സിന് മനസ്സിലായോ? യെസ്. സെന്റ് ജോസഫ് ബോയ്സ് തലശ്ശേരി MUM. ഓക്കെ. വൺമുഖം കോടിക്കലോ വൺമുഖം സ്കൂളാണ്, കോടിക്കലല്ല, വൺമുഖം. മനസ്സിലായോ? ആ കുട്ടികൾ പോയെന്ന് തോന്നുന്നു. വൺമുഖത്തിൽ ആരും ഇല്ല. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടി കണ്ടാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മദ്രസ പോകേണ്ട കുട്ടികൾക്ക് അവർക്ക് മദ്രസ പോകേണ്ട സമയത്തിന്റെ പോകാം, കാരണം യൂട്യൂബിൽ ഇത് വരുമ്പോൾ പിന്നീട് കണ്ടാൽ മതി. ഒരു ചെറിയ ചോദ്യമാണ്. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? 0. 0യിൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിനാണ്
സീറോയിൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിനാണ് നമ്മൾ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. സീറോ ആണ്. ശരി, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ സീറോ ആണ്. ശരി, നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ആ ചോദ്യം ഒന്ന് പരിചയപ്പെട്ടുള്ളൂ. ചോദ്യം ഇതാണ്. When fifth of a number is added to the number, when fifth of a number, മലയാളം ഞാൻ എഴുതാം, is added to the number we got 60. What is the number? ഹർഷ, ഈ ചോദ്യം ഓർമ്മ ഉണ്ട് എനിക്ക്? എവിടെ നിന്ന് എവിടുന്നാ വന്നെന്ന് ഓർമ്മ ഉണ്ടാ? USS അല്ല ഇത് USS അല്ല. ഒരു സംഖ്യയോട് അതിന്റെ അഞ്ചിലൊന്ന് കൂട്ടിയപ്പോൾ 60 കിട്ടി. സംഖ്യ ഏതാണ്? നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ പറയാം മക്കളെ. ഓപ്ഷൻ വേണം? വേണം. ഓപ്ഷൻ വേണേ തരാം. 30, 40, 50 and 70. രഞ്ജിത, ആൻസർ ശരിയാണെന്ന് തോന്നുന്നു അല്ലേ കുട്ടികളുടെ? ശരിയാ. എത്രയാ രഞ്ജിത ആൻസർ? 50 ആണ്. ഇതെങ്ങനെയാ കിട്ടുന്നത്? നല്ലത് അതാണ്. ഓപ്ഷനിൽ പോയി നോക്കുന്നതാണ് നല്ലത്. ശരിയാണ്. എങ്ങനെ പോകും? ഓപ്ഷനിൽ പോകും. എങ്ങനെയാണ് പോവുക? നമ്മൾ കാര്യം ചെയ്യാം. ഈ സെലക്ട് ചെയ്ത 50 എടുത്തിട്ട് 50 × 1/5 എത്രയാണ്? 10 ആണ്. ആ 50യുടെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ്? 60. അതാണല്ലോ നമുക്ക് കിട്ടിയത്. ഇനി ഒരു കുട്ടി ഓപ്ഷനിൽ പോകുന്നില്ലെങ്കിലോ? ആ കുട്ടി എക്സ് എന്ന് എടുക്കട്ടെ. അത് സംഖ്യ എക്സ് എന്ന് എടുക്കുക. അപ്പൊ എക്സ് × 1/x, എക്സിന്റെ ഈ പറഞ്ഞതിന്റെ 1/ഭാഗം കൂട്ടി 1/5 ഭാഗം കൂട്ടി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സിന്റെ 1/5 കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് x × 1 x/x കിട്ടും. പിന്നെന്താ പറയുന്നത്? അതിന്റെ കൂടെ എക്സും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നാ പറയുന്നത്? 60 കിട്ടിയെന്നാ പറയുന്നത്. 5 × x 5x + 1 6x. 6x/5 = 60. 6x = 60 × 5 എത്രയാ മോളെ? 300. x = 300 / 6 എത്രയാണ്? 50. അങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഓപ്ഷനിൽ പോകാം. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? മനസ്സിലായിട്ടുണ്ടോ? യെസ് ആണ്. ഓക്കെ. ഇനി ഇന്നത്തെ ഹോംവർക്കാണ്. വീട്ടിലേക്കുള്ള ഒരു വർക്ക് തരികയാണ്. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ആ ആൻസർ ഇപ്പം വേണ്ട, യൂട്യൂബിൽ വരുന്ന സമയത്ത് കമന്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ക്ലാസ് ഞായറാഴ്ച രാവിലെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ, നിങ്ങൾക്ക് പ്രയാസമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ആ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും ഇന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ആ കുട്ടി ഇപ്പം ഇതിലുണ്ടെങ്കിൽ ഞാൻ വിവരിച്ചു കൊടുക്കാം.
ആ കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു, 7ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ്. ആ കുട്ടി ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സംഖ്യ 7ന്റെ മൾട്ടിപ്പിൾ ആണോ അത് കണ്ടെത്താനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. രഞ്ജിതക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് 7ന്റെ മൾട്ടിപ്പിൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്? ഹലോ, പോയോ എല്ലാവരും? ഹർഷ്, രഞ്ജിത കേൾക്കാമോ? 8,64,192 എന്ന സംഖ്യ 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പലതിൻ്റെയും മൾട്ടിപ്പിൾ നമുക്കറിയാം. 2ന്റെ മൾട്ടിപ്പിൾ ഇരട്ട സംഖ്യയാൽ മതി. 3ൻ്റെത് ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ ഡിജിറ്റ് സം 3ന്റെ മൾട്ടിപ്പിൾ ആവുക, അല്ലെങ്കിൽ 4ൻ്റെത് അവസാനത്തെ 2 അക്കം 0 ആവുക, അല്ലെങ്കിൽ 2 അക്കം 4ന്റെ മൾട്ടിപ്പിൾ ആവുക, 5ൻ്റെത് 5ഓ 0ഓ അവസാനിക്കുക, 6ൻ്റെത് 2ന്റെയും 3ന്റെയും ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയാൽ 6ന്റെയും മൾട്ടിപ്പിൾ ആണ്. 7ന്റെ ആണ് അറിയേണ്ടത്. അറിയാനുള്ള മാർഗം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ അവസാനം കാണുന്ന ഈ 2നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2ന്റെ ഡബിൾ എടുത്തിട്ട് ഈ 9ന്റെ ചോട്ടിൽ എഴുതുക. 9 4 മൈനസ് ചെയ്താൽ 5 1 4 6 8 കിട്ടും. അത് കിട്ടിയതിന് ശേഷം ഇത് നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അത് നമുക്ക് അറിയില്ല. എങ്ങനെ വീണ്ടും പണിയുണ്ട്. ഈ 5നെ നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക. 5ന്റെ ഇരട്ടി എടുത്തിട്ട് 41ന്റെ ചോട്ടിൽ ഇടുക, 10. അത് വീണ്ടും മൈനസ് ചെയ്യുന്നു. 1 3 6 8 8631 നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്കറിയില്ല. നമ്മൾ വീണ്ടും ഈ 1നെ റൗണ്ട് ചെയ്യുന്നു. 1നെ റൗണ്ട് ചെയ്തിട്ട് 1ന്റെ ഡബിൾ എടുത്ത് 3ന്റെ ചോട്ടിൽ എഴുതുന്നു. അപ്പൊ നമുക്ക് 1 6 8 എന്ന് ലഭിക്കുന്നു. ഇതൊന്നും നമുക്കറിയില്ല 861 മൾട്ടിപ്പിൾ ആണോ എന്നതായി. വീണ്ടും നമ്മൾ ഈ 1നെ റൗണ്ട് ചെയ്യുന്നു. 1ന്റെ ഡബിൾ എടുത്തിട്ട് 6ന്റെ ചോട്ടിൽ എഴുതുന്നു. അങ്ങനെ 86 2 കുറച്ചാൽ 84 കിട്ടുന്നു. ഇനി 84 7ന്റെ മൾട്ടിപ്പിൾ ആണോ അതും അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4നെ റൗണ്ട് ചെയ്യുക. 4ന്റെ ഇരട്ടി എടുത്തിട്ട് 8ന്റെ ചോട്ടിലിടുക. 8 8 കുറച്ചാൽ 0. ഈ ക്രിയകൾ ചെയ്തിട്ട് അവസാനം 0ലോ അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിളിലോ അവസാനിക്കുകയാണെങ്കിൽ ആ സംഖ്യ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മനസ്സിലായോ? എന്തായാലും മിണ്ടാത്തത്? മനസ്സിലായോ? ഹർഷ, കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് പറയുന്നു? യെസ്, ശരി, മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്കാണ്. ഹോംവർക്ക് തരേണ്ട സമയമായി. ആ ഹോംവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ നമ്മൾ നമ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. രഞ്ജിത പോയോ? നമുക്ക് ആ ഹോംവർക്ക് കൊടുക്കാം അല്ലേ? ശരി, ഹോംവർക്ക് ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? പൂർണ്ണവർഗ സംഖ്യ ഏതാണ്? പൂർണ്ണവർഗം ഏത്? ഓപ്ഷൻസ് ആർ എ. ഇപ്പം വേണ്ടേ, ഇപ്പം ആരും ടൈപ്പ് ചെയ്യണ്ട, യൂട്യൂബിൽ വരുമ്പോൾ ടൈപ്പ് ചെയ്താൽ. ഓപ്ഷൻ ബി 79 21. ഓപ്ഷൻ സി 72 91. ഓപ്ഷൻ ഡി 29 29. ഇനി ഏതാ വരാനുള്ളത്? 71 അല്ലേ? ശരി, ഇതാണ് ഓപ്ഷൻസ്. ഇതിലേതാണ് പൂർണ്ണവർഗ സംഖ്യ എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം പിടിച്ചോളൂ. ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുക രഞ്ജിത.
5890 അതിൻ്റെ സ്ക്വയറിൽ നിന്ന് 5889 സ്ക്വയർ കുറച്ചാൽ എത്രയാണ്? ഇത് ചെയ്യരുത്. ഇതിൽ ട്രിക്ക് ഉണ്ട്, ആ ട്രിക്കിലൂടെ കണ്ടെത്തണം. 11,000 5889 5890 11,779. മൂന്നാമത്തെ ചോദ്യം. മൂന്ന് ചോദ്യം തരുന്നുള്ളൂ. The sum of two, if the sum of two numbers, if the sum of two numbers is 50, 50 ആണ്. And the difference ഒക്കെ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്, സമയമില്ലാത്തതുകൊണ്ട്. And the difference is 10. And what is the product of their numbers? What is the product of the numbers? ഇതിന്റെ മലയാളം എങ്ങനെ വരും രഞ്ജിത, അറിയാമോ? രണ്ട് സംഖ്യകളുടെ തുക 50, അവയുടെ വ്യത്യാസം എത്രയാണ്? 10 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കുമോളെ. If the sum of two numbers is 50 and their difference is 10, what is the product of the numbers? രണ്ട് സംഖ്യകളുടെ തുക 50 50ഉം അവർ തമ്മിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയാൽ അവരുടെ ഗുണനഫലം എത്ര? ഓക്കെ. ദേവനന്ദ ഉണ്ട് ഇന്ന്. ദേവനന്ദ ആ മൂന്ന് ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുമോളെ. Which of the following is a perfect square? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു പൂർണ്ണമാക്കിയ സംഖ്യ? ഓപ്ഷൻ എ 9,271, ഓപ്ഷൻ ബി 7,921, ഓപ്ഷൻ സി 7,291, ഓപ്ഷൻ ഡി 2,971. ഓക്കെ. Second question. 5,890 whole square minus 5,889 whole square is equal to dash. Options are 11,000, 5,889, 5,890, 11,779. Third question. If the sum of two numbers is 50 and their difference is 10, what is the product of the numbers? രണ്ട് സംഖ്യകളുടെ തുക 50, അവയുടെ വ്യത്യാസം 10 എങ്കിൽ ഗുണനഫലം എത്ര? ഗുഡ്, നന്നായിട്ട് വായിച്ചു മോളെ. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? 5890 5859 തമ്മിലുള്ള ബന്ധം എന്താണ്? അടുത്തടുത്ത സംഖ്യ. അപ്പൊ നിങ്ങൾ ഇത്ര ചോദ്യമൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അടുത്തടുത്ത രണ്ട് സംഖ്യകൾ വെറുതെ തമ്മിൽ ഇങ്ങനെ എഴുതുക. 3ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ വെറുതെ എഴുതി വെക്കുക. 3ന്റെ സ്ക്വയർ 9 ആണെന്നും 2ന്റെ സ്ക്വയർ 4 ആണെന്നും അറിയാവുന്ന കുട്ടിക്ക് 9 4 കുറച്ച് കഴിഞ്ഞാൽ 5 ആണെന്ന് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രത്യേകത കാണാൻ പറ്റും. 3ഉം 2ഉം കൂടി കൂട്ടിയാലും 5 ആകുന്നു. The difference of two consecutive square number is equal to the sum of that numbers എന്നൊരു നിയമമുണ്ട്.
5ന്റെ സ്ക്വയറിൽ നിന്ന് 4ന്റെ സ്ക്വയർ കുറയ്ക്കാൻ നിങ്ങൾ പോകണ്ട. പകരം 5ന്റെ കൂടെ 4 കൂട്ടിയാൽ മതി. 5 4 9 അതൊരു നിയമമാണ്. അതേപോലെ ഓൾട്ടർനേറ്റ് സംഖ്യക്കുണ്ട് പ്രത്യേകത. 25 വന്നാൽ ഇവിടെ 36 വരണം, ഇവിടെ 49 വരണം. നിങ്ങൾക്കറിയാം ഈ 25ഉം 49ഉം തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം 25ഉം 49ഉം വ്യത്യാസം 24ആണ്. ഓൾട്ടർനേറ്റ് സ്ക്വയർ നമ്പറിന്റെ ഡിഫറൻസ്, ദ ഡിഫറൻസ് ഓഫ് ടു ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് സ്ക്വയർ നമ്പർ ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന നിയമമുണ്ട്. ദ സം ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പർ ഈസ് ദ സം ഓഫ് ദാറ്റ് നാച്ചുറൽ നമ്പർ എന്ന നിയമമുണ്ട്. ഇങ്ങനെ സ്ക്വയർ നമ്പേഴ്സ് ആയിട്ട് 10-17 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് നമുക്ക്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്നായിട്ട് എല്ലാ കുട്ടികളും സഹിച്ചു. 350ഓളം കുട്ടികൾ തുടക്കത്തിലേ കണ്ടു. കുറച്ച് കുട്ടികൾക്ക് മദ്രസക്ക് കാരണമാണ് പോയത്. ഇനി അടുത്ത ക്ലാസ് വരുന്നത് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ക്ലാസ് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ ചോദ്യത്തിനൊക്കെ ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഓരോരോ വീഡിയോയിൽ ഞാൻ ചോദ്യങ്ങൾ അവസാനം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി അറിയിക്കണം. അതിൻ്റെ ആൻസർ ചെയ്തോളൂ. തെറ്റായാലും ശരിയായാലും ഒരു പ്രശ്നമില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.